വിവാഹം കഴിഞ്ഞിട്ട് ആകെ 6 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്ക് ആ കപ്പിൾസിനിടയിൽ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരാൻ തുടങ്ങി. പ്രധാന വില്ലനായിട്ട് പ്രവർത്തിച്ചത് സംശയരോഗമായിരുന്നു. സംശയരോഗം എന്ന് പറഞ്ഞാൽ സംശയരോഗമുള്ളത് ഹസ്ബൻഡിനാണ്. ഹസ്ബൻഡ് മാത്രമാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡ് തന്നെയാണ് ഹസ്ബൻഡിനെ കുറിച്ച് പറയുന്നത്, എനിക്ക് വല്ലാത്തൊരു സംശയമാണ് എൻ്റെ ഭാര്യയെ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇത്തരം കേസുകളിൽ സാധാരണ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഏതെങ്കിലും ഒരു ഫാമിലിയാണ് വരാറുള്ളത്. ഇപ്പോൾ ഹസ്ബൻഡിന് സംശയരോഗമാണെന്നുണ്ടെങ്കിൽ വൈഫിൻ്റെ ഫാമിലി അവരെല്ലാവരും കൂടെ വന്നിട്ടാണ് ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കാറുള്ളത്. കാരണം ഹസ്ബൻഡിന് ഇങ്ങനെ സംശയരോഗമാണെന്ന് പറഞ്ഞിട്ട്. ഇനി വൈഫിനാണ് സംശയം എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് വന്നിട്ടാണ് പറയുക, വൈഫിന് ഇങ്ങനെ എന്നെ എപ്പോഴും സംശയമാണ്. എന്നാൽ ഇത് നേരെ മറിച്ചാണ് സംഭവിച്ചിട്ടുള്ളത്. സംശയമുള്ളത് ഹസ്ബൻഡിനാണ്, ഭർത്താവിനാണ് സംശയമുള്ളത്. അതിനെക്കുറിച്ച് പരാതി പറയാൻ വൈഫുമായി ബന്ധപ്പെട്ടവരല്ല വന്നിട്ടുള്ളത്, ഹസ്ബൻഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. അവർ വന്നിട്ട് പറയണേ, എനിക്ക് ഉസ്താദേ, എനിക്കെൻ്റെ ഭാര്യയെ ഭയങ്കര സംശയമാണ്, ഞാനതിൻ്റെ തെളിവ് കാണിച്ചുതരാം. ഞാനിതാ ഇപ്പോൾ ഇവിടെ വന്ന് ഒരു 1.5 മണിക്കൂറായി ഇവിടെ എത്തിയിട്ട് ഞാനിവിടെ വെയിറ്റിങ്ങിലായിരുന്നു. ഈ സമയത്ത് ഉസ്താദ് ഞാൻ ഇത്രയും തവണ എൻ്റെ വൈഫിന് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു 13 തവണയ്ക്ക് എൻ്റെ വൈഫിനെ ഫോൺ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ 1-2 സമയത്ത് അത് ബിസി കാണിച്ചപ്പോൾ എനിക്ക് സംശയം, അവൾ ആർക്കെങ്കിലും ഫോൺ വിളിച്ചോ, ആരോടാണ് അവൾ സംസാരിക്കുന്നത്. ഞാൻ ഉടനെ തന്നെ പിന്നീട് കോൾ ചെയ്തപ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ചു. ഞാൻ ചോദിച്ചു, ഇനി ആരോടെ സംസാരിച്ച്? അപ്പോൾ അവൾ പറഞ്ഞു ഇന്ന ആളോടെ സംസാരിച്ചെന്ന്. അപ്പോൾ എനിക്കത് വിശ്വാസമാകുന്നില്ല. ഇങ്ങനെ സംശയം കാരണമായിട്ട് എനിക്കും എൻ്റെ ഭാര്യയ്ക്കിടയിൽ നല്ല രൂപത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ല, അവൾ എന്നെ വെറുത്തുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ സംശയം എന്നൊക്കെ നമ്മളൊരു സൊല്യൂഷനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു പൈശാചികത യിൽ നിന്നൊക്കെ വന്നതായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു സ്പിരിച്വൽ സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായി. അവരത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ബിഇദ്നില്ലാ അത് മാറും എന്നുള്ള വലിയ പ്രതീക്ഷ നമുക്കുണ്ട്. ഇൻഷാ അല്ലാഹ് അവരുടെ ഇടയിൽ അള്ളാഹു നല്ല ഐക്യം നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് പറയുന്ന ഇത്തരം സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ഇസ്മുണ്ട്. ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അവിടെ നോക്കിയാൽ നിങ്ങൾക്കതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ശനി ഞായർ ദിവസങ്ങളിൽ നമ്മളത് അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇത്തരം സംശയങ്ങൾ യഥാർത്ഥത്തിൽ പൈശാചികതയിൽ നിന്ന് ഉത്ഭവിക്കുന്നതുണ്ട്. മനസ്സ് നമ്മുടെ മൈൻഡ് വീക്കാവുന്ന സമയത്ത് സംഭവിക്കുന്നതുണ്ട്. ഇങ്ങനെയുള്ള ദൗർബല്യ മനസ്സിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ദൗർബല്യ മനസ്സ്, ഈ മനസ്സ് വീക്കായി പോവുക, നമ്മുടെ ചിന്തകൾ തളർന്നു പോകുന്ന ഇത്തരം സാഹചര്യങ്ങൾ തൊട്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന അത്ഭുതകരമായ ഒരു ഇസ്മിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ആ ഇസ്മ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. അതേപോലെ തന്നെ ഒരു ദിക്റുണ്ട്, ആ ദിക്റ് ചൊല്ലുകയും ചെയ്യാം. നമ്മുടെ കുടുംബജീവിതത്തിലും എല്ലാ വിഷയങ്ങളിലും വലിയ ബറക്കത്ത് ലഭിക്കാൻ അത് കാരണമാകുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എല്ലാ പോയിന്റിലും കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു കേസ് എടുത്ത് നോക്കുമ്പോൾ ഹസ്ബൻഡിന് വൈഫിനെ വല്ലാത്ത സംശയം എന്ന് പറഞ്ഞില്ലേ, എന്നാൽ വൈഫിന് ഒരു സംശയവും ഇല്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ. അത് ഹസ്ബൻഡും പറയുന്നുണ്ട്, എനിക്കൊരു പ്രശ്നവുമില്ല, എന്നെക്കുറിച്ച് ഒരു പ്രശ്നമില്ല, എന്നെക്കുറിച്ച് ആകെ എൻ്റെ വൈഫിനുള്ള പ്രശ്നം എന്ന് പറയുന്നത് എന്നെ ഇങ്ങനെ സംശയിക്കുന്നു എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് മാറ്റിയാൽ ഞാൻ നല്ല ആളാണെന്ന് എൻ്റെ വൈഫ് എന്നോട് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ അത് എനിക്ക് മാറ്റാൻ കഴിയുന്നില്ല, എനിക്ക് സംശയം വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാനെന്താ ചെയ്യേണ്ടത്? ശരിക്കും ഒരു നിസ്സഹായാവസ്ഥയാണ്. ഈ കേസിലുള്ളൊരു അപൂർവത എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ആൾ തന്നെയാണ് നേരിട്ട് പറയുന്നത്. അപ്പോൾ അതിലൊരു പശ്ചാത്താപം കൂടി ഉണ്ട്, ഒരു വേദനയും കൂടെ ഉണ്ട് അദ്ദേഹത്തിന്. ഞാനിങ്ങനെ ആയിപ്പോയതിൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് മക്കളുടെ വിഷയത്തിൽ എന്താ മോൻക്ക് വേണ്ടിയിട്ടൊക്കെ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് അവൾ, പക്ഷെ എനിക്ക് അതിനു മാത്രം സ്നേഹം തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ ഒരു സംശയം ആയതുകൊണ്ട് എന്നുള്ളത്. അപ്പോൾ
നമ്മൾ വരെ അത്ഭുതപ്പെട്ടു പോകണേ. ഇവർ ഈ കോളിങ്ങനെ കാണിച്ചു തരുമ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു പോയി, അവരവിടെ നിന്ന് ഈ ഒരു സാഹചര്യത്തെ എത്രത്തോളം ബുദ്ധിമുട്ടാക്കുന്നുണ്ടാകും. ഇങ്ങനെ മിനിറ്റിന് ഇങ്ങനെ ഫോൺ വിളിച്ച് എന്തെങ്കിലും സംസാരിക്കാനല്ലല്ലോ, സംശയം ചോദിച്ചറിയാൻ വേണ്ടിയിട്ടല്ലേ, ഈ രോഗവുമായി ബന്ധപ്പെട്ട് വിളിക്കുകയാണ്. അതൊരു രോഗം തന്നെയാണ് ശരിക്കും. അപ്പോൾ അത്തരം സംശയങ്ങൾ ദൂരീകരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കൃത്യമായിട്ട് ഒരാളെയും ഒരു കാരണവും ഇല്ലാണ്ട് സംശയിക്കരുതെന്നാണ് ഇസ്ലാമിൻ്റെ ഒരു പാഠം തന്നെ. എന്താണെന്ന് വെച്ചാൽ ഒരാളെക്കുറിച്ച് ഹുസ്നുൽ ഉണ്ടായിരിക്കുക എന്നാ, നല്ല ധാരണ, ഒരു മികച്ച ധാരണ, നല്ല ധാരണ ഉണ്ടായിരിക്കുക എന്നാ. ഒരാൾ ബാറിന് മുമ്പിലൂടെ നടന്നു പോകുന്നത് കണ്ടാൽ പോലും അവൻ കുടിച്ചിട്ടുണ്ട് എന്ന് പറയരുത്. മുമ്പൊരു ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരാളെന്നും ബാറിൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചു വരും. അത് ആ ബാറിൻ്റെ അപ്പുറത്തുള്ള വീട്ടിലൊരു പാവപ്പെട്ട അശരണരായ ഒരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബത്തിന് അന്നം കൊടുക്കാൻ വേണ്ടി പോയിരുന്നവരായിരുന്നു എന്നുള്ളത് ഒരു വലിയ സംഭവമാണത്. ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പോൾ നമ്മളൊരാളെയും തെറ്റിദ്ധരിക്കരുത് എന്നുള്ളതാണ്. ഉള്ളത് എന്തെങ്കിലും കൃത്യമായി നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിലോ ഒക്കെ മറ്റുള്ളവരുടേത് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കുക. അതവർ തിരുത്താൻ വേണ്ടി അവരോട് പറയുക. പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും അതിലേച്ചു കൂട്ടിയിട്ട് അതിനു വേണ്ടിയിട്ടാകും, മുമ്പ് അങ്ങനെ ചെയ്തിരുന്നില്ലേ എന്ന ധാരണയിൽ നിൽക്കാൻ പാടില്ല. അത് ഇസ്ലാമിക സാഹചര്യത്തിൽ ജീവിക്കുന്നവർക്ക് അത് ഭൂഷണമല്ല. കാരണം നമ്മളെല്ലാവരെക്കുറിച്ചും നല്ലത് ഭാവിക്കുക എന്നുള്ളതാണ്, നല്ലത് കരുതുക എന്നുള്ളതാണ്. അതൊരു സംശയിക്കാനൊരു കാരണവശാലും പാടില്ല. ഇത്തരം ദുർബല മനസ്സ്, അത് ദുർബല മനസ്സുണ്ടാകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. അവർക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു ഇസ്മാണ് യാ വാജിദ് എന്ന് പറയുന്ന ഇസ്മ. അത് ദുർബല മനസ്സുള്ളവർ ഈ ഇസ്മ അതിങ്ങനെ വർദ്ധിപ്പിക്കുന്നതിലൂടെ ആ ദൗർബല്യാവസ്ഥയിൽ നിന്ന് അവർക്ക് രക്ഷ ലഭിക്കാൻ അത് കാരണമാകുന്നുള്ളതാണ്. ദുർബല മനസ്സുകളാണ് പലപ്പോഴും മനുഷ്യനെ സംശയങ്ങൾ, മാരക രോഗങ്ങൾ, ഭീരുത്വം, അലസത, നിർജ്ജീവാവസ്ഥ ഈ തുടങ്ങിയ സ്വഭാവങ്ങളിലേക്കൊക്കെ നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ മാനസിക ദൗർബല്യമാണ്. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ സംശയമുള്ള ആളുകൾ, ഇപ്പോൾ ഇത് കുറേ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ സംശയമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അലസത ഉണ്ടാകും. അവർക്ക് എപ്പോഴും ഒരു ചെറിയ ഉൾഭയം അവർക്കുണ്ടാകും. എല്ലാത്തിലും ഒരു ആക്റ്റീവ് ഉണ്ടാവില്ല. അവർക്ക് എപ്പോഴും ഒരു ഉന്മേഷക്കുറവുണ്ടാകും. അത് നമ്മുടെ കുടുംബജീവിതത്തെ മാത്രമല്ല, നമ്മുടെ ജീവിതമാസകലം അത് നമുക്കൊരു നെഗറ്റീവ് സ്ട്രോക്ക് തന്നുകൊണ്ടിരിക്കാം. അതുകൊണ്ട് അതിൽ നിന്ന് വിമുക്തി നേടേണ്ടത് നമ്മുടെയൊക്കെ അനിവാര്യമായൊരു കാര്യവും കൂടെയാണ്. അപ്പോൾ അതിന് ദുർബല മനസ്സുള്ളവൻ്റെ വിശ്വാസം തന്നെ പിഴച്ചു പോകാൻ കാരണമാകും. അതുവഴി സത്യമല്ലാത്ത പല കാര്യങ്ങളെയും ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ ഈമാൻ ഊരിപ്പോകാനൊക്കെ കാരണമാകും. അതുകൊണ്ട് അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ നല്ല പവർഫുള്ളായിട്ട് തന്നെ നിൽക്കുക. അതിന് ചില ദിക്റുകൾ കാരണമാകും. ദുർബല മനസ്സുകൾക്ക് ശക്തിയും ബലവും നൽകി ദൃഢചിത്തമായ നിലനിൽപ്പിന് മനസ്സറിഞ്ഞുള്ള ദിക്റിനേക്കാൾ വലിയൊരു ദിവ്യ ഔഷധമില്ല എന്നുള്ളതാണ്. നല്ല ദിക്റുകൾ ചൊല്ലുക, ദിക്റുകളിൽ സജീവമാകുക, അതാണ് അതിന് ചെയ്യേണ്ടത്. നല്ല ദിക്റുകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക. മഹാനരായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇങ്ങനെ ആകുലതയുണ്ടാകുമ്പോൾ, വിഷമങ്ങളുണ്ടാകുമ്പോൾ, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരുന്നത് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. എങ്ങനെ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? യാ ഹയ്യ് യാ ഖയ്യൂം, ജീവനുള്ളവൻ, എല്ലാം നിയന്ത്രണാധികാരമുള്ളവൻ, അങ്ങനത്തെ റബ്ബേ, ബിറഹ്മതിക, നിൻ്റെ റഹ്മത്ത് കൊണ്ട്, അസ്തഗീസ്, ഞാൻ സഹായം അഭ്യർത്ഥിക്കുന്നു, ഞാൻ സഹായം തേടുന്നു. അപ്പോൾ അള്ളാഹിനോട് നമ്മൾ നമ്മുടെ ദൗർബല്യ മനസ്സിൽ നിന്നൊക്കെ വലിയ രക്ഷ കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് നമ്മൾ ദുആ ചെയ്യണം. നല്ലൊരു ദിക്റാണത്. ഇമാം തുർമുദിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അത് കാണാം. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ കൊണ്ട് നടക്കാൻ പറ്റുന്ന പവർഫുള്ളായിട്ടുള്ളൊരു ദിക്ർ. മനസ്സിൻ്റെ ദൗർബല്യാവസ്ഥയിൽ നിന്ന്, എല്ലാം കൈവിട്ടു പോകുമെന്ന ചിന്തയിൽ നിന്ന്, നമ്മൾ തകർന്നുപോയി എന്നിടത്ത് നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ, നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ, ഉയർച്ച ലഭിക്കാൻ
ഈ ദിക്റുകളും ഈ ഇസ്മുകളൊക്കെ ഒരു കാരണമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ വിജയം നൽകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ വലിയ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അകപ്പെട്ട് പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു വലിയ രക്ഷ നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. എപ്പോഴും നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ടൊരു വിഷയം എന്ന് പറയുന്നത് ഒരാളെക്കുറിച്ച് നല്ല ഭാവനയുണ്ടായിരിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ആ നല്ല ഭാവന നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ഭാവനയിൽ തന്നെ നമ്മൾ എപ്പോഴും ജീവിക്കണം. അപ്പോഴാണ് നമുക്ക് ഉയർച്ചയും വളർച്ചയും ഖൈറൊക്കെ ഉണ്ടായിരിക്കുക. നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് എപ്പോഴും മോശപ്പെട്ടത് ചിന്തിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ മോശപ്പെട്ടത് ചിന്തിക്കാൻ അത് കാരണമാകും. നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് തിരിച്ചു ലഭിക്കുക. എല്ലാവരെക്കുറിച്ചും നല്ല ധാരണ ഉണ്ടായിരിക്കുക. നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ എന്ന് അതിൽ നിന്ന് നമ്മൾ തലപുകഞ്ഞ് ആലോചിച്ച് നമുക്കൊരു റൂട്ടുണ്ട്, ആ റൂട്ടിൽ സഞ്ചരിക്കുക, അള്ളാഹിൽ തവക്കുലാക്കുക, അങ്ങനെ നിലനിൽക്കുക. അതിൽ വലിയ ഉയർച്ചയുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.